നമസ്കാരം സാറേ. അത്ര കാലത്തിൽ തോണ്ട കട്ടിട്ട് വന്നതല്ലേ, ഇലക്ഷൻ ജയിച്ചിട്ടൊന്നും വന്നാലല്ലോ. പോലീസുകാരെ പറ്റി പറയുന്നുണ്ടോ? എന്തു പരാതിയാണ് സാറേ? ഒരു പരാതിയില്ല. നല്ല സ്നേഹമുള്ളവരാണ്, തങ്കക്കുട പോലത്തെ മനുഷ്യന്മാർ. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരല്ലേ സാറേ? അല്ലേ? എന്താണ് ഒഫൻസ്? Theft, Your Honor. I am appeared from the side of prosecution. പ്രോസിക്യൂട്ടർ ഇരുന്നോ, ഞാൻ വായിച്ചോളാം. Yes. യെസ് I am for the accused, Your Honor. യെസ് യെസ് The stolen property and the place of യെസ് യെസ് occurrence. കം ടു ദി പോയിന്റ്. പോയിന്റ് പറ വക്കീലേ. Kindly grant the bail. ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ടോ? Yes. I am strongly opposing the bail application, Your Honor. എന്തിനാണ്? വക്കീലേ, 2 തെഫ്റ്റാ. കുറച്ച് ദിവസം അകത്ത് കിടക്കട്ടെ. കക്കിനൊരു മഴയൊക്കെ ഇല്ലേ? അയ്യോ ചോദിച്ചത് അങ്ങനെയൊന്നുമല്ലപ്പാ, അങ്ങനെ ഒന്നുമല്ല സാറേ. പിന്നെ എങ്ങനെയാണോ? അത് സത്യം പറയാലോ സാറേ, സംഗതി ഞാനൊരു സോഷ്യലിസ്റ്റാണ്. സംഭവം എന്ന് വെച്ചാലേ, നമ്മളെ മുത്തപ്പൻ്റെ അമ്പലത്തിൽ കക്കാൻ പോയിനി. അപ്പോൾ പോകുമ്പോക്ക് ചെറിയ ഭണ്ണാരം. ഭണ്ണാരം പൊളിച്ചു വെക്കുമ്പോൾ ചില്ലറ പൈസ, വേറെ ചില്ലറ പൈസ സാറേ. നല്ല സങ്കടാനി, നല്ലോണം സങ്കടാനി. എന്നിട്ട് താഴെ എടുത്തില്ലേ? അല്ല എടുത്തിനി, അങ്ങനല്ല. എനക്കെന്തോ ഒരു തോന്നല്, ഞാനൊരു സോഷ്യലിസ്റ്റുകാരനാണല്ലോ. ഒരു ദൈവത്തിൻ്റെ അടുക്കുന്ന മാത്രം എടുക്കുന്ന മോശമല്ലേ? അപ്പൊ തൊട്ടപ്പുറത്തെ പള്ളിയിൽ പോയിട്ട് ആ ഭണ്ണാരം പൊളിച്ചിട്ട് അതിനെ ചില്ലറെടുത്ത് ഈലിട്ട് ലെവലാക്കി, ഈക്വലാക്കി. നമ്മളെ ദൈവമല്ലേ, പക്ഷപാതം കാണിക്കുന്ന ദൈവത്തോട് ശരിയല്ലോ സാറേ. ഞാൻ ഇത്രയും ചെയ്തിട്ടു എൻ്റെ സാറേ. The bail application of the accused stands dismissed. The accused is remanded judicial custody for 14 days. Sir, he is innocent. ഇന്നസെന്റോ? എന്തോന്ന് ഇന്നസെന്റ്? കട്ടോണ്ട് പോകുമ്പോൾ കയ്യോടെ പോലീസ് തൊണ്ടി മുതലോടെ പിടികൂടിയത്. പിന്നെ എന്തോന്ന് ഇന്നസെന്റ് എന്റെ വക്കീലേ? That we will see during the trial. Yes. Next case. Your Honor, kindly reconsider the bail. No. Next. കിട്ടൂലേ? വക്കീലെ എടുത്തു വക്കീലെ, ജാമ്യം എടുത്തു വക്കീലെ. നിങ്ങല്ലേ വർത്താനം പറഞ്ഞ് ജാമ്യം എടുത്തരാ പറഞ്ഞ്? എടുത്തു വക്കീലെ ജാമ്യം. ഇനി എന്തിനാണ് അവിടെ സോഷ്യലിസം വിളമ്പാൻ പോയത്? അതല്ല കുഴപ്പമായത്. വേണ്ടാത്ത പരിപാടിക്ക് നിക്കറ് കേട്ടിനോ? ശരി, ഞാൻ ലേശം ഓണസ്റ്റായി പോയി. എന്തിന്? എന്ത് കാര്യത്തിന്? എടോ കള്ളനായാലും ഇത്രയും ഒന്ന് സത്യസന്ധനാവരുത്. തിരിഞ്ഞു നിനക്ക് ഇനി ഒരു കാര്യം ചെയ്യ്, 2 ആഴ്ച അകത്ത് പോയി കിടക്ക്, ചേഞ്ച് ആവട്ടെ. എന്ത് ചേഞ്ച്? എന്നാ നിങ്ങൾ ഇങ്ങോട്ട് പോന്നോട്ട്, നിങ്ങൾക്ക് ഒരു ചേഞ്ചാവില്ല. ഇനി പോയട്ടെ, എനിക്ക് അടുത്ത ഡേറ്റ് വാങ്ങിച്ചു തരാം, ജാമ്യം വാങ്ങിച്ചു തരാം. പ്ലീസ്. ആ സുര, എടാ ഞാൻ വൈകിട്ട് എത്താം, ഞാൻ എത്തിട്ട് പ്ലാൻ ചെയ്യാം. ഇനി പിള്ളേരോടെല്ലാം വരാൻ പറ. ഈടെ നിറങ്ങിയ 1-2 പരിപാടി ഉള്ളൂ, അത് ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെടാ. പ്രതിപേട്ട, നമ്മളൊരു കക്ഷി നിങ്ങളുടെ അടുത്തേക്ക് വിട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു പരിചയക്കാരനാണ്. എന്താ വകുപ്പ്? അല്ല, നിങ്ങൾ ഡീൽ ചെയ്തോ. നമ്മളെ സീനിയറിൻ്റെ അടുത്തേക്ക് വന്ന കേസ് നിങ്ങളുടെ അടുത്തേക്ക് റൂട്ട് മാറ്റി വിട്ടതാണ്. എന്നാ പിന്നെ നീ കൂടെ വന്നൂട്, വേറെ പണിയൊന്നുമില്ലല്ലോ. ആ തടിയൻ്റെ ഒപ്പം മജിസ്ട്രേറ്റ് കോടതി പോണപ്പാ. ഏത് തടിയൻ? നമ്മളെ സീനിയർ. ശരി, ഇനി വിളിക്ക. നിങ്ങൾ വിട്ടോട്ടാ, ഡീലായിട്ട് വൈകുന്നേരം വിളിക്കണേ. ആ പിലാക്കുലിസംസൊക്കെയല്ലേ? അതെ, നമ്മൾ നിങ്ങളെ ഭയങ്കര ഫാനാന്ന്. നിങ്ങളെ പാട്ടെല്ലാം ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. ശരി. അടുത്ത ആൽവേദാ? അടുത്തത് ഇനി നമ്മളെ ഫേസ്ബുക്ക് ഫോളോ ചെയ്തില്ല? നമ്മളെ പുതിയ പോസ്റ്റർ ഒന്നും കണ്ടില്ല? ഇറങ്ങിനാ ഇസിലൂർ ഇന്നപ്പോഴും മൊഞ്ചത്തി ഫാത്തിമി. കേട്ടിട്ട് അഭിപ്രായം പറയണേ. നടക്കൂല, സംഗതി നടക്കൂല. നിങ്ങള് 2 ആൾ എഴുന്നേറ്റ് സ്ഥലം കലിയാക്ക്. വിട്ടുവിട്. വക്കീലങ്ങൾ സൂയിപ്പാക്കല്ല, നമ്മൾ കണ്ട വക്കീൽമാര് എല്ലാരും തന്നെ പറയുന്നത്. പ്ലീസ്, അതിന് ഒരു ചെറുപ്പക്കാരന്റെ ദാമ്പത്യത്തിന്റെ പ്രശ്നമാണ്, ഒന്ന് നോക്കുങ്ങള്. ചങ്ങായി, നിങ്ങൾ പറഞ്ഞ പോലെ അത്ര പെട്ടെന്ന് ഡിവോഴ്സ് ഒന്നും കിട്ടൂല. അതിനെല്ലാം ചില ഗ്രൗണ്ട്സ് എല്ലാം ഉണ്ട്. ഇപ്പൊ ഇന്റെ ഭാര്യ ഓർക്കത്ത് കൂർക്കം വലിക്കും, ഒരു തോന തിന്നും, ഓർക്ക് തടി കൂടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലാൻ പറ്റില്ല. ജഡ്ജി ചവിട്ടി പായ്ച്ചളയും. ഇനി എന്നിട്ട് ഇയാളെ ഞാനിപ്പോ നിട്ടും ഞാൻ സ്വിച്ചില്ല. ഇതിപ്പോ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യണേ മിനിമം 1 ഇയർ എടുക്കും. ഇതിപ്പോ എത്ര ആളായി? 8.5 വർഷം. അല്ല, മാസം. 8.5 മാസം. ആ ബെസ്റ്റ്. ഇനി പോയെ, എനക്ക് വേറെ പണിയുണ്ട്. പോ. വക്കീലെ പ്ലീസ്, വക്കീലെ എന്തെങ്കിലും വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ എനിക്കൊരു നമ്പർ തരാം, നീ ആടെ ഒന്ന് ചെന്നോടും. ഒരു കൗൺസിലിംഗ് കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എനിക്ക്. കൗൺസിലിങ്ങിന് പോകാനാണെങ്കിൽ നിങ്ങളെടുക്ക വരേണ്ട കാര്യമില്ലല്ലോ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഇവിടെ വേറെ വക്കീലന്മാരുണ്ടല്ലോ. ഉണ്ട്. ഇനി ഓർഡർ എടുത്തേക്കല്ലേ, എനിക്ക് ഈ കേസ് എടുക്കാൻ പറ്റൂല. വാടാ.
വക്കീലേ നന്നായി വരും. ഒരു കളി കളിക്കാലോ. ഓ ഇല്ലടാ തോന്നെ പണിയുണ്ട്. മേളില് കനകട്ട മുകളിലുണ്ട്. പ്രതിഭട്ടാ നിങ്ങൾ പോരട്ടാ, നിങ്ങൾ കീമ്പോ ഒന്ന് ഇടത്തേക്ക് വന്നോട്. എടാ വന്ന് ഞാൻ എന്റെ ടീമിൽ കൂട്ടുവേ. അങ്ങനെ പറഞ്ഞിട്ടില്ലേ കനകട്ടാ? എന്തിനാണ് ഇത്? പച്ചക്കറിയാ? എനിക്ക് ഈ ശീലമൊക്കെ ഉണ്ടടാ. ഇടക്കെല്ലാം നമ്പർ ഇട്ടില്ലെങ്കിലേ പോരൊക്കെ പിടിച്ചിരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നീന് ഇഞ്ഞി നന്നായ തീർന്നില്ല മോനെ. ഞാൻ തീരെ റെസ്പോൺസിബിൾ അല്ലാന്ന് വീട്ടിലൊരു സംസാരം തുടങ്ങിയത്. അതൊന്ന് മാറ്റിയെടുക്കണം. പ്രതിഭേട്ടാ, ഓ പച്ചക്കറി വാങ്ങിക്കൊടുത്തിട്ട് ആൾക്കാർ റെസ്പോൺസിബിൾ ആവാ. ഒന്ന് പോയടാടുന്നു. ഇനി വരച്ചു തീർത്താട്ടെ. ഇതൊന്ന് ഒച്ചിലോ വായിച്ചാട്ടെ. കനാട്ട കേട്ടുവിടൂ. കാലത്തിന്റെ കുളമ്പടി നാദം കേട്ടുണരാതെ ഉറങ്ങുന്നു. അടിപൊളിയാ. കവിതയാ? ആടാ കവിത. കുളമ്പടിനാഥോ? ഇനി എന്നെ വായിച്ചാ മതി. മുദ്രാവാക്യാന്ന് ഓനെ കൊണ്ട് പൊക്കിയാ പൊന്തൂല. വേണമെങ്കിൽ ഞാൻ പൊക്കോട്ടോ. കനാട്ടാ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഒന്ന് വീട് വരെ പോയിട്ട് വരാം. പോവല്ലപ്പാ, നിങ്ങൾ മുങ്ങുന്നാന്ന്. ഇനി ഇത് എഴുതി തീർത്തട്ടെ, ഞാൻ പോരാ. ഞാനും വരുന്നു. ഇതിപ്പോ തീർന്ന്. പ്രതിവിടാ മുങ്ങല്ലേ നിങ്ങള് ഒന്നോളേ. പ്രദീപ ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. എന്തിനു? അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്. അത് ഇപ്രാവശ്യം മെട്ടാമ്പാടില് നമ്മളെ ചൊക്ലിന്നുള്ള സജീവനെ നിർത്താൻ പാർട്ടിക്കൊരു തീരുമാനമുണ്ട്. ലേശം ഇമേജൊക്കെ ഉള്ള ആളാ. അതെങ്ങനെ ശരിയാക്കാൻ കേട്ടോ? നിങ്ങളൊന്ന് ആഞ്ഞു പിടിക്കും. ഈ പ്രാവശ്യം കൊണ്ട് സീറ്റിട്ടില്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതൊക്കെ ശരിയാന്ന്, പക്ഷേ ഇനി അത്രക്ക് ഫേമസ് അല്ലല്ലോടാ, അതാ കുഴപ്പമായത്. അതിനെന്താന്ന്, ഞാൻ BA LLB ആന്ന്. അതൊക്കെയാന്ന്. ഇനി കിട്ടോ, ഞാനൊന്ന് സമ്മർദ്ദം ചെലുത്തി നോക്കാം. ചെലുത്തണം കനകേട്ടാ, അറിയാലോ. നിങ്ങളോ കല്യാണം വിളിച്ചിനാ? ആര്? അവിടെ മറ്റോ ബാബു ഇപ്പൊ ചന്ദ്രനടി. ചന്ദ്രോത്ത ബാബു തന്നെ. എന്തത് പെട്രോൾ ഇല്ല. ഒരു മിനിറ്റ് ഇറങ്ങിട്ടോ. പ്രതിഭാട്ടാ, നിങ്ങളുടെ ഈ പീരാന്ത് തീർന്നില്ലാന്ന്. ഇതൊരു രസമല്ലടാ. വാ മതിന്ന്. കഴിഞ്ഞില്ലേ? പോവാന്ന്. വാ. ഇങ്ങനെ ചുമരില്ലല്ലോ എഴുതിട്ട് എന്തെന്നാ കാര്യം? നീ നോക്കിക്കോടാ, ഈ ടൈമിൽ എനിക്കൊരു സീറ്റ് ഉറപ്പാ. ഇതന്നെ കഴിഞ്ഞ ലക്ഷം പറഞ്ഞില്ലേ. ഈ പ്രാവശ്യം ഷുവറാണ്. അതെ, ആ മന്ദബുദ്ധിക്ക് ഈ ടെക്നിക്ക് ഒന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്തായാലും നിന്റെ ബുദ്ധി സൂപ്പറാ മോളെ. എന്റെ സ്ഥാനത്ത് ഇന്ദുവിനെ വിടൂ നമ്മ കരുതി. അടിപൊളി. നിങ്ങളും ഇത് കാണാൻ തുടങ്ങി? രസാന്നടാ, നീ ലേശം കണ്ടുനോക്ക്. എന്റെ പൊന്നേട്ടാ, നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ല. എനിക്ക് കൈ കൈകിട്ടിരിക്കറോ. എന്തിനോളം മാർക്കറ്റിൽ നിന്ന് മക്കാറാക്കീന്? ഓഹോ, ഓളത് ഈടൊന്നും ഉളമ്പീന് പൊളിച്ചടിക്കിന് മാർക്കറ്റില്. ഞാൻ വെച്ചിട്ടുണ്ട്. അതെ, നീ ആ മുളകിട്ടതിന്റെ ചട്ടി ഉണ്ടെങ്കിൽ എടുത്ത. എന്താ ചേട്ടാ ഇന്നത്തെ പെണ്ണാണല്ലോ? ഏടുന്ന് വർക്കൗട്ട് ആവുന്നില്ലടോ. എടാ പ്രകാശ, ഇനി ഓന്റെ മാതിരി ഏതെങ്കിലും ഒന്നിനെ ചാടിച്ചു കൊണ്ടുവന്നോടാ. അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല. ഇനിയിപ്പോ അതേ നടക്കുള്ളൂ തോന്നുന്നു കേട്ടാ. നിങ്ങൾക്ക് ഏജ് എത്രയെന്ന് വല്ല വിചാരമുണ്ട്? എന്റെ അമ്മോ,
നിങ്ങൾ എന്തിനാണ് ഇടക്കിടക്ക് എന്റെ ഏജ് ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ ജസ്റ്റ് 38+ ആണ്. അതത്ര വലിയ വയസ്സൊന്നുമല്ല. ഇനി മൊയന്താ കേട്ടാ. നിങ്ങളതും പറഞ്ഞോണ്ടിരുന്നു. മുടിയല്ല അപ്പടെ പോയിട്ടോ. ഓ ഒന്ന് കാട്ടിട്ടെ. കാട്ടണ്ട, ഞാൻ ഹെയർ ഫിക്സ് ചെയ്തോളാം. അയ്യേ പ്രകാശേട്ടാ അതൊന്നും വേണ്ട കേട്ടോ, ബോറാവും. ഇതാണ് സ്റ്റൈല്. നിങ്ങളവിടെ കുഞ്ചാക്ക പോകാനല്ലേ? ആണാ? രണ്ടാളും കൂടെ ഏട്ടന്റെ നെഞ്ചത്ത് കയറി പടം വരക്കണേ. ഇക്കൊല്ലം പ്രകാശം മംഗലം കഴിച്ചിരിക്കും. അതിപ്പോ സീറ്റ് കിട്ടുന്നു പറഞ്ഞ മാതിരി ആയി പോവറേ. അത് ഉഷാറ് കൗണ്ടറാണ്. എനിക്കത് വേണം. നിങ്ങൾ ആരുടെ സൈഡാണ്? കുറച്ച് അച്ചാറത്തിനടി വിളിച്ചോണ്ടിരിക്കുന്നു. ഈ കറിക്ക് ഉപ്പൊന്നുമില്ലല്ലോ അമ്മേ. അത്ര കഴിച്ചാ മതി. ശംസു ഇനി എന്തെന്നാ പറയുന്നത്? അതിനോട് ഞാൻ പറഞ്ഞല്ലേ അത് നടക്കൂല ശംസു. വേണ്ട വേണ്ട, ഇനി ഓനെ എന്റെ അടുക്കള കഴിക്കരുത്. ഓന് ലേശം വട്ടുണ്ടപ്പ. ഓ ഓന്റെ പേരെന്താന്ന്? എന്താ പെണ്ണുങ്ങളുടെ പേരല്ലേ? അമ്മിണി. ആ പേരെന്നെ പ്രശ്നമാണ്. എന്തായി കളിക്കുന്നത്? എന്ത് കളിക്കുന്ന പ്രാന്ത് കളിക്കല്ലേ? ഒറ്റ മിനിറ്റ്, ഞാൻ ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. നീ പിരാന്ത് കളിക്കല്ലേ? വണ്ടി കയറി ആരുമില്ല. കേട്ടുണരാതെ ഉറങ്ങുന്നോരെ കാലം നിങ്ങളുടെ കവിളിൽ തട്ടി വിഡ്ഢികളെന്ന് വിളിക്കുമ്പോൾ ദ്രോഹികളെന്ന് തിരുത്തുമ്പോൾ ആവേശത്താൽ ഞങ്ങൾ വിളിക്കും ഇൻകുലാബ് സിന്ദാബാദ്. ഓക്കെ സാർ, ഇവിടെ ഒരുപാട് ക്രൗഡ് ഉണ്ട് സാർ. ആടെ ലാത്തി ചാർജും പോലീസൊക്കെ ഉണ്ട്. എന്തെങ്കിലും പ്രശ്നമായി ഓടി രക്ഷപ്പെടാൻ പറ്റുമോ? ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സാറിനെ വിളിച്ചോളാം സാർ. ഓക്കെ സാർ. ശരി. അഡ്വക്കേറ്റ് വക്കീൽ അല്ല പ്രദീപ് കുമാർ. സോറി സാർ, അത് ഇവിടെ പറഞ്ഞാ സാർ. ഞങ്ങൾ വിളിക്കും എന്താ? ഇൻകുലാബ് സിന്ദാബാദ്. ആവേശത്താൽ ഞങ്ങൾ വിളിക്കും ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് 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 സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. എല്ലാരും ഉണ്ടല്ലോ. ഇവൻ പ്രതിഭ വൈകിട്ട് ക്ലബിലേക്ക് വരാം. നിങ്ങൾ എങ്ങനെയാ പോവാ? വണ്ടി ഉണ്ടോ? സാറില്ല എങ്കിലും കിട്ടോ. ഞാൻ വന്നു. എന്നാ ശരി ശരി വാടാ. അല്ലപ്പാ ഇനെന്ത് ചെയ്യാ? ഇനി ഒരു ഓട്ടോ വിളിച്ചിട്ടോ. ഞാൻ പോയിട്ട് വരാം. എനിക്കൊക്കെ എന്താന്ന് കാര്യം പറഞ്ഞ മനസ്സിലാവൂലേ? ഇനി എന്തിനാന്ന് എന്റെ വയ്യാല കൂടീന്? ഒരു പണിയില്ലാണ്ട്. പ്രതിഭ വരുന്നൊരു ചായ പിടിക്കാം. ഓ ഇല്ലപ്പാ, നിങ്ങൾ വിട്ടോളൂ, പണിയുണ്ട്. നല്ല വീക്കാണ്ട നിങ്ങൾ വീക്കിന്. അതുകൂടെപ്പാ ലേശം മുറിവിനിട്ട് പറ്റിയാ മതി, അതൊക്കെ ശരിയാക്കോളൂ. അറിയാം, പോയിക്കോട്ടെ. എടോ നിങ്ങൾ വേറെ ഏതെങ്കിലും വക്കീലിന് പോയി കാണ്. എനിക്ക് ഈ കേസ് എടുക്കാൻ പറ്റൂല. കഴിഞ്ഞില്ലേ? വേറെ വക്കീലിനെല്ലാം കണ്ടിന് നടക്കൂലെന്ന്. അതെന്താന്ന്? അതെന്താ നിങ്ങൾ ഓനോട് ചോദിച്ചു നോക്ക്. എന്നിട്ട് ഓനോടെ ആടുണ്ട്.
എടോ എന്റെ പിടിവാശി നടക്കൂല. ഇനി പറയണ കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഡിവോഴ്സ് കിട്ടാനും പോകുന്നില്ല. ഇല്ലാത്ത കാര്യമൊക്കെ എങ്ങനെ പറയാ? കള്ളത്തരം പറയാൻ എനിക്ക് പറ്റൂല. ഈ സാധനത്തിനെ പിടിച്ചോണ്ട് പോയട്ടെ. ഇനി മേലെ എന്റെ മുന്നിൽ കൊണ്ടുവരരുത്. പോയട്ടെ. ഇനിയൊന്നും മിണ്ടറ് ഓറ് പറയും. വക്കീലെ നിങ്ങൾ പറപ്പാ പറ. കേസ് ഞാൻ എടുക്കാം, പക്ഷെ ഡിവോഴ്സിന്റെ കാരണങ്ങൾ ഞാൻ എഴുതും. ഇന്നത്തെ കാലത്ത് സ്ട്രോങ് ഗ്രൗണ്ട്സ് ഇല്ലാണ്ട് കേസ് നിൽക്കൂലപ്പാ. അതൊക്കെ ആണെങ്കിൽ പറ. അതൊക്കെ ആണെങ്കിൽ നാളെ ഓഫീസിൽ ഒന്ന് വക്കാലത്ത് ഒപ്പിട്ടോ. പക്ഷെ ഫീസ് കുറച്ച് ഓവറായിരിക്കും. തോന കാശ് വാങ്ങിക്കും. ഓക്കെ, നിന്റെ കാശ് കൊടുത്തു. അഡ്വക്കേറ്റ് പ്രദീപൻ മഞ്ഞോടി. തലശ്ശേരിൽ ഇങ്ങനെ ഒരു വക്കീലുണ്ടാ? ഇൻട്രസ്റ്റിംഗ്. ഡോണ്ട് വെറി, ഇതിൽ പറയുന്ന ഒറ്റ അലിഗേഷൻ നിലനിൽക്കില്ല. അപ്പാടെ അടിച്ചു തൂഫാനാക്കി തറയും വക്കീലിനെ. എന്താ പോരെ? എന്തിനാ ഷിജിത്ത് ബന്ധം പിരിയെന്ന് ഞങ്ങൾക്കറിയില്ല. ഓ അത് പോട്ടെ, ഇവക്ക് പോലും അറിയില്ല. അതാണ് ചില മോയന്തന്മാരങ്ങനെയപ്പാ. ധൈര്യമായിട്ടിരുന്നു കേട്ടോ. നിങ്ങളെ ഹസ്ബൻഡിനെ നിങ്ങളെ കയ്യിൽ തിരിച്ചു വെച്ചൊരു ഈ RP കുട്ടീന്റെ സ്നേഹത്തിനും വലുതൊന്നുമല്ല ഇടുത്ത നിയമമൊന്നും. അതില് പറയുന്നല്ലോ കള്ളാന്ന് വക്കീല്. അതെനിക്ക് അറിയാപ്പാ. ഈ വക്കീലന്മാർ തോന്നിയതൊക്കെ എഴുതി വെക്കും. ഓനെ നമുക്ക് ശരിയായി കൊടുക്കാം. ഒരു 3 ഘട്ടം പറഞ്ഞോട്. നിങ്ങൾ ഇരിക്കട്ടാ. നിങ്ങളെ ഹർജിക്കാരൻ എന്ത് തെറിയാന്ന് വിളിച്ചിന്? എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ. വിളിച്ചു എന്ന് പറയണം. കൺഫ്യൂഷൻ ആവില്ല. ആടെ ചെന്ന് ആ കൗണ്ടർ ഒന്ന് വായിച്ചോളൂ. സർ പഠിച്ചു പറഞ്ഞാട്ടെ. നിങ്ങളെ ഓര് എന്താണ് വിളിച്ചത്? പട്ടീന്ന് വിളിച്ചു. വെരി ഗുഡ്. മേൽ നമ്പർ കേസിൽ എതിർകക്ഷി കാന്തി ശിവദാസൻ സമർപ്പിക്കുന്ന ഉത്തരം: 1. ഹർജിയിലെ താഴെ പ്രത്യക്ഷത്തിൽ സമ്മതിക്കുന്നവ ഒഴികെയുള്ള സകല പ്രസ്താവനകളും ഈ എതിർകക്ഷി നിഷേധിക്കുന്നു. 2. ഹർജി പ്രസ്താവനകൾ തികച്ചും കളവും അടിസ്ഥാനരഹിതവുമാണ്. 3. വിവാഹശേഷം നാളിതുവരെ എൻ്റെ കക്ഷിയായ കാന്തി ശിവദാസന്റെ എതിർപ്പും താല്പര്യക്കുറവും കാരണം ഭർത്താവായ ഷജിത് കുമാർ അമ്മിണിപ്പിള്ളയും ഭാര്യ കാന്തി ശിവദാസനും തമ്മിലുള്ള ശാരീരിക ബന്ധം പൂർണ്ണമല്ല എന്ന പ്രസ്താവന കളവാണ്.